കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവൻ അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാനിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ ആദ്യ വാക്യം ഇപ്രകാരമാണ്: ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ ജീവനും നന്മയും തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ജീവനും നന്മയുമാണ് എന്നെ കൂടുതലായി ആകർഷിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒന്നാണ് സഹനം എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ആ സഹനം അത് കുരിശുകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന പല സഹനങ്ങളും നമുക്ക് പലപ്പോഴും കുരിശുകളായിട്ടാണ് അനുഭവപ്പെടുക. എന്തുകൊണ്ടാണ് ഇത് കുരിശുകളായിട്ട് അനുഭവപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് കുരിശെന്ന് പറയുന്നത് ഒരു അപമാനത്തിൻ്റെ സൂചനയാണ്. ഒത്തിരിയേറെ അപമാനം സഹിച്ചുകൊണ്ട് മരിക്കേണ്ടവരാണ് കുരിശ് തറയ്ക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് കുരിശ് ഒരു അപമാനമല്ല, മറിച്ച് അതൊരു രക്ഷയാണ്. കാരണം കുരിശിലൂടെ നമുക്ക് വേണ്ടി രക്ഷ നേടിത്തത്തവനാണ് ക്രിസ്തു. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ ധനവാനായ യുവാവ് ചോദിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നിൽക്കുന്നതും നിത്യജീവനാണ്. ആ നിത്യജീവൻ സ്വന്തമാക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് പറഞ്ഞു തരികയാണ്, നിന്റെ ജീവിതത്തിൽ നീ എല്ലാം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. നിന്റെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുടെ പുറകെ പോകാതെ നിനക്ക് സുഖസൗകര്യങ്ങൾ നൽകുന്നത് എല്ലാം പരിത്യജിച്ചുകൊണ്ട് ദൈവത്തിന് പുറകെ നിന്റെ അനുദിനത്തിൽ കടന്നു വരുന്ന കുരിശുമെടുത്തുകൊണ്ട് ദൈവത്തിന് പുറകെ സഞ്ചരിക്കുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന വചനത്തിലും പ്രകാരമാണ് പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഞാൻ ഒത്തിരിയേറെ സമ്പാദിച്ചോ, എനിക്ക് എന്ത് ചെയ്യാനുള്ള പണമുണ്ട് എന്ന് കരുതുന്ന വ്യക്തിക്ക് പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എപ്പോഴാണ്? ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മളെ ആത്മാവിനെ നേടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടും സുഹൃത ജീവിതത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പലപ്പോഴും ഈ ലോക സുഖങ്ങൾ തേടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ മറന്നുപോകുന്നു. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന സന്തോഷങ്ങളും അത് നന്ദി പറയേണ്ട ഒന്നാണ് എന്ന് തിരിച്ചറിയേണ്ടത് തന്നെയാണ്. പല അവസരങ്ങളിലും എനിക്ക് ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി നന്ദി പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ,
അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുക, നിൻ്റെ ജീവിതത്തിലെ കുരിശുകളുമായിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ടെൻഡൻസി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവ് അത് പറയുക. നിൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകൾ കടന്നു വന്നാൽ, സഹനങ്ങൾ കടന്നു വന്നാൽ എങ്കിൽ മാത്രമാണ് നീ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ ദൈവത്തിന് നന്ദി പറയുക. ഈ സഹനങ്ങളിലൂടെ എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും. എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ കാണുകയല്ല, മറിച്ച് എൻ്റെ കോട്ടങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ് എന്ന തിരിച്ചറിവിൽ കർത്താവിനോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുക. അതേസമയം കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് കൂടിയാണ്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, അതേസമയം എന്നെ പ്രതി സുജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും. ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതേസമയം നമ്മളെ കാത്തിരിക്കുന്ന രക്തസാക്ഷിത്വം നമ്മൾ കർത്താവിന് വേണ്ടി സ്വീകരിക്കുമ്പോൾ അതിലൂടെ ഞാനും എൻ്റെ കുടുംബവും ഈ ലോകം മുഴുവനും രക്ഷ പ്രാപിക്കും. പല വിശുദ്ധരും അത് ഏറ്റെടുക്കുവാൻ തയ്യാറായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിലേക്ക് രക്തസാക്ഷിത്വം വരിക്കാനുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആദിമസഭയിലെ വിശുദ്ധരെല്ലാവരും തന്നെ രക്തസാക്ഷിത്വം വരിച്ചവരാണ്. കാരണം അവർ ധീരതയോടുകൂടെ തന്നെ അവർ അനുഭവിച്ച ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു. പലരും നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചപ്പോഴും അവർ അനുഭവിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അവർക്ക് സാധിച്ചു. ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരം പീഡനങ്ങളാണ് കടന്നു വന്നതെങ്കിലും അവർ അതിലൊന്നും പരാതി പറഞ്ഞില്ല. കാരണം അവർക്കും അതൊരു അവസരമായിരുന്നു ക്രിസ്തുവിനോടൊപ്പം ആ പീഡനങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പീഡനങ്ങളെല്ലാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനും അവരുടെ ജീവൻ പോയാൽ പോലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല എന്ന തീരുമാനമെടുക്കുവാനും അവർക്ക് സാധിച്ചു. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൈവബലിയെ സംബന്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നോമ്പ് കാലം നമ്മൾ ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ നോമ്പുകാലം മുഴുവൻ ക്രിസ്തു നമുക്ക് വേണ്ടി കടന്നുപോയ പീഡനങ്ങളെയും പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ എത്ര നിസ്സാരമാണ് എന്ന ചിന്തയിൽ കൂടുതൽ തീഷ്ണതയോടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ആ കൃപ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.